നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ ഗ്രഹനില, മോഹൻലാലിൻ്റെ ജാതകം നോക്കിയിട്ടുള്ള ഇപ്പോൾ മോഹൻലാലിന് നടക്കുന്ന ദശകളും മോഹൻലാൽ നടക്കുന്ന കഷ്ടകാലങ്ങളും മോഹൻലാലിന് വരാൻ പോകുന്ന അപവാദ പ്രചരണങ്ങളും മോഹൻലാലിന് വരുന്ന അസുഖങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പണിക്കർ മോഹൻലാലിൻ്റെ ജാതകം നോക്കണം. മോഹൻലാലിൻ്റെ നക്ഷത്രം കിട്ടിയിട്ടുണ്ട്, ജനിച്ച സമയം കിട്ടിയിട്ടുണ്ട്, ജനിച്ച സ്ഥലം കിട്ടിയിട്ടുണ്ട്, എല്ലാം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറയുന്ന ജാതകം മോഹൻലാലിൻ്റെ കൃത്യമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് ഈ വീഡിയോൻ്റെ നമുക്കൊരു വീഡിയോ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നിർത്തിയിട്ട് നമുക്ക് ആ പണിക്കർ പറയുന്ന മോഹൻലാലിൻ്റെ ജാതകം നമുക്കൊന്ന് കേൾക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മോഹൻലാലിൻ്റെ ജാതകത്തിന് പ്രത്യേക ഒരു പ്രശസ്തിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 230 കോടി രൂപ ചെലവ് ചെയ്തിട്ടാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ പടം ഈ വെള്ളിയാഴ്ച റിലീസാവുന്നത്. അപ്പോൾ ആ പടം എന്ന് പറഞ്ഞ ഒരു പാൻ ഇന്ത്യ പടമാണ്. ആ പടത്തിന് വേണ്ടിയിട്ട് മോഹൻലാൽ ഇന്ന് വരെ ഒരു പടത്തിനും കഷ്ടപ്പെടാവുന്നതിൻ്റെ അധികമായിട്ട് കഷ്ടപ്പെട്ടും അതുപോലെ തന്നെ സാമ്പത്തികം ഇതുപോലെ തന്നെ ഇറങ്ങിയിട്ടുള്ളൊരു പടം വേറെ ഇല്ല. ലേക്ക എന്ന് പറഞ്ഞൊരു ഫോറിൻ കമ്പനി ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പകുതി പൈസ എടുക്കാമെന്ന് പറഞ്ഞൊരു 100 കോടി രൂപ അവർ ഇറക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ലേക്ക എന്ന് പറഞ്ഞൊരു കമ്പനിയോടെ ഈ പടം എടുക്കാൻ വന്നതോടുകൂടിയിട്ട് ഇവിടെയുള്ള ആൾക്കാർ ചെലവ് അങ്ങോട്ട് വർദ്ധിപ്പിച്ചു. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒരു ഹെലികോപ്റ്റർ വന്നിടത്ത് 4 ഹെലികോപ്റ്റർ വരട്ടെ. ഒരു 500 ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു 50,000 ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ട് കാണിക്കാം. പക്ഷെ അതല്ല, ഇവിടെ 5000 ജൂനിയർ ആർട്ടിസ്റ്റ് കൊണ്ട് വരട്ടെ. 5000 ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ഒരു ദിവസത്തെ കൊടുക്കുന്ന റെമോണ്ടേഷൻ എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞൂടെ. ചെലവ് അങ്ങോട്ട് ഇരട്ടിച്ചു. ഇതൊക്കെ കണ്ടോട് കൂടിയിട്ട് ലേക്ക് അതിൽ നിന്ന് പിന്മാറി. നിങ്ങൾ ഈ എട്ടാവട്ടത്തിലുള്ള കേരളത്തിലുള്ള പടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള കോടികൾ ചെലവ് വാങ്ങിച്ചാൽ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞിട്ട് അവർ പിന്മാറി. പക്ഷേ നമ്മുടെ ഏറ്റവും നല്ലൊരു മനുഷ്യൻ ഗോകുലം ഗോപാല സാറ് ഉള്ളത് കൊണ്ട് ഈ പടം ഇപ്പോൾ റിലീസായി. ഈ പടം പൊട്ടിയിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിൻ്റെ കഥയും കഴിഞ്ഞു, മോഹൻലാലിൻ്റെ കഥയും കഴിഞ്ഞു. അതുപോലെ തന്നെ ഗോകുലം ഗോപാല സാറിനൊന്നും സംഭവിക്കില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിനും ക്ഷീണമാണ് ഈ പടം പൊട്ടി കഴിഞ്ഞാൽ. ഈ പടത്തിനെ തള്ള് ആൾക്കാർ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെറ്റ അമ്മ സഹിക്കില്ല. അമ്മ അതിൽ തള്ള പറയണത്. അപ്പോൾ മോഹൻലാലിൻ്റെ ഈ ജാതക ഫലം പോലെ ഇരിക്കും മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ വിജയം. അപ്പോൾ ഈ വിജയത്തെക്കുറിച്ചും മോഹൻലാലിന് വരുന്ന അസുഖങ്ങളെക്കുറിച്ചും മോഹൻലാലിന് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഈ ജാതകത്തിൽ പറയുന്നുണ്ട്. മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഗജകേസരി യോഗമാണ് മൂപ്പർക്ക്. വെറും കേസരി യോഗമുണ്ട്, പക്ഷെ മോഹൻലാലിന് ഗജകേസരി യോഗമാണ്. ആ രോഗം പെട്ടെന്നൊന്നും ഒരാൾക്കും കിട്ടില്ല. മോഹൻലാലിൻ്റെ ജാതകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ശാസ്ത്രജ്ഞന്മാരും ഇവിടെയുള്ള പണ്ഡിതന്മാരൊക്കെ കയറി പഠിക്കണം എന്നാണ് പറയണത്. അത്രയും. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ പേരും പ്രശസ്തിയും. ഒരു പ്രളയം വന്ന് ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടു പോയാലും അപ്പോൾ അതുവരെ നിലനിൽക്കുന്ന ഒരു പേരാണ് മോഹൻലാലിനുള്ളത്. അതേപോലെ പ്രശസ്തിയുണ്ട്. നല്ലൊരു മനുഷ്യനാണ്. എന്നിരുന്നാൽ അപവാദം തല്ലിക്കളഞ്ഞാൽ പോവില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ മോഹൻലാലിൻ്റെ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വളരെ മോശം സമയമാണ്. വളരെ മോശം സമയം എന്ന് പറഞ്ഞാൽ ഈ സമയം തുടങ്ങിയിട്ട് 1 കൊല്ലത്തോളം 2 കൊല്ലത്തോളം ആയിട്ടുണ്ട്. ഇത് അടുത്ത കൊല്ലം 26-ാം തീയതി ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന കഷ്ടകാലമാണ്. ആ കഷ്ടകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഷ്ടകാലത്ത് സമയത്ത് എന്തു സംഭവിക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുണ്ടാവുന്ന പൈസ പലതും നഷ്ടപ്പെടാം. പക്ഷേ എന്നിരുന്നാലും ആളുടെ പേരിനും പ്രശസ്തിയും ഒരു കുറവും വരില്ല. അതുപോലെ തന്നെ ദുഷ്പേരിനും ഒരു കുറവും വരില്ല. അത് ആളുടെ ജനനത്തിലുള്ളതാണ്. അല്ലാണ്ട് ആളത് പോയിട്ട് ഈ ദുഷ്പേരുണ്ടാവാൻ വേണ്ടി ആളൊന്നും ചെയ്യണ്ട. ആളുടെ പേര് കൂട്ടി അങ്ങോട്ട് ദുഷ്പേരങ്ങോട്ട് ഉണ്ടാക്കിക്കോളും. അപ്പോൾ അതാണ് മോഹൻലാലിൻ്റെ ജാതകത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മോഹൻലാലിൻ്റെ ജാതകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ. നമ്മൾ കൂടുതൽ വാചകം അടിക്കുന്നില്ല. എന്നിരുന്നാലും ഞാനൊരു കാര്യം പറയാം. ജാതകത്തിൽ പറഞ്ഞ കാര്യമാണ്. എമ്പുരാൻ എന്ന് പറഞ്ഞൊരു പടം കേരള ജനത തള്ളിക്കളയും. കേരള ജനതയ്ക്ക് ഇഷ്ടപ്പെടില്ല. കാരണം പടം ഗംഭീര പടമാണ്. ഹോളിവുഡ് പടം എടുക്കണേക്കാളും ഗംഭീരമായിട്ട് പടം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടേക്കിൻസ് ആയാലും അതിൻ്റെ പെർഫെക്ഷനായാലും അതിൻ്റെ എല്ലാ ഡയറക്ഷനായാലും എല്ലാ വിഭാഗങ്ങളും ഗംഭീരമാണ്. പക്ഷേ എന്ത് ചെയ്യാം. പണ്ടാര പറഞ്ഞു, മോനെ അച്ഛന് പണിയില്ലാണ്ടല്ല, പണി ചെയ്തു, കാശും കിട്ടി, അതുപോലെ തന്നെ എല്ലാം കിട്ടി. പക്ഷേ
ഇപ്പോൾ അരി അടിക്കാൻ കാശില്ലാത്തതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചീട്ട് കളിക്കാൻ പോയിട്ട് 2 കൈ അകത്ത് വീണില്ല. അതുകൊണ്ടാണ്, അകത്ത് വീണാലല്ലേ കാശ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പുറത്ത് വീഴണം. ഇത് വീണില്ല, അതുകൊണ്ടാണ് കാശ് കിട്ടാത്തത് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പടമൊക്കെ ഗംഭീരമായാലും മോഹൻലാലിൻ്റെ കഷ്ടകാലം ഈ പടത്തിനെ പിടികൂടും. പ്രേതം പിടിക്കുന്ന പോലെ പിടിക്കുന്ന പറയണത്. ആ പ്രേതം മോഹൻലാലിൻ്റെ ഈ എമ്പുരാനെ പിടിച്ചു കഴിഞ്ഞാൽ പടം കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ല. മോഹൻലാൽ ഇപ്പോൾ പാൻ ഇന്ത്യ പടമായ കാരണം ഹിന്ദിയിൽ പോയിട്ട് അവിടെ കംപ്ലീറ്റ് മീഡിയയ്ക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അവിടുത്തെ യൂട്യൂബ് ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. തമിഴിൽ പോയിട്ട് അവിടുത്തെ യൂട്യൂബ് ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അവിടുത്തെ മീഡിയനെ വിളിച്ച് സംസാരിക്കുന്നു. ഇന്ത്യ മുഴുവൻ ഓടി നടക്കുക. തെലുങ്കിൽ ഈ പടം ബിസിനസ്സായി 15 കോടി രൂപയ്ക്ക്, തമിഴിലും ഹിന്ദിയിലും മറ്റുള്ള പല ഭാഷകളും ബിസിനസ്സായില്ല, എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുക. എല്ലാം വലിയ പൈസ ചോദിച്ചിട്ട് ആ പൈസയ്ക്ക് ആരും അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ എത്ര ഓടും ഇല്ല എന്നൊന്നും അവർക്കൊരു പിടുത്തമില്ല. ഇതൊരു ബാഹുബലി പോലത്തെ ഒരു സിനിമയാണ്, പക്ഷേ സബ്ജക്റ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ എന്നിരുന്നാലും OTT പോലും ബിസിനസ് നടന്നിട്ടില്ല എന്നാണ് പറയണത്. പണ്ടത്തെ കാലം എന്നല്ല, ഇപ്പോൾ ഏഷ്യാനെറ്റിൽ മോഹൻലാലിൻ്റെ ഏത് ചവർ പടം കൊണ്ടു കൊടുത്താലും കോടികൾ മേടിച്ചുകൊണ്ട് നമ്മുടെ പെരുമ്പാവൂർ പോകാറുള്ളതാണ്. ഇപ്പോൾ അവിടെ മാധവ സാറിനെയൊക്കെ എടുത്ത് തോൽക്കി കളയും. ഇപ്പോൾ ജിയോ ആണ് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ കോടികളൊന്നും കൊടുക്കില്ല. അവരൊക്കെ അസലായിട്ട് സ്കാൻ ചെയ്ത് ഈ പടത്തിൽ 10 രൂപ കിട്ടണമെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ TV-കാർക്കും ഈ പടം വിട്ടിട്ടില്ല, ഹോട്ട്സ്റ്റാറിനും ഈ പടം വിട്ടിട്ടില്ല. അതൊക്കെ ചർച്ചയിലിരിക്കുക. ഒക്കെ ഭയങ്കര പ്രതിസന്ധി നടക്കുക സിനിമയിലെ കാര്യങ്ങളിൽ വെച്ചിട്ട്. അപ്പോൾ ആ പ്രതിസന്ധി വെച്ചിട്ട് നോക്കുമ്പോൾ മോഹൻലാലിൻ്റെ തോളത്തും പൃഥ്വിരാജിൻ്റെ തോളത്താണ് ഇതിൻ്റെ എല്ലാ പൈസകളും വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്കൊരു പിടുത്തമില്ല. ഇപ്പോഴൊക്കെ ആൾക്കാർ തള്ളുന്നുണ്ട്, ടിക്കറ്റിന് ഒക്കെ ബ്ലോക്കായി, സൈറ്റ് ബ്ലോക്കായി, ലക്ഷങ്ങൾ ആൾക്കാർ കയറിയിട്ട് 1 ലക്ഷം ആൾക്കാർ ഒരുമിച്ച് കയറി, 2 ലക്ഷം ആൾക്കാർ ഒരുമിച്ച് കയറി സൈറ്റ് ബ്ലോക്കായി എന്നൊക്കെ പറയും. ഇതൊക്കെ പടം കാണാണ്ടുള്ള ആൾക്കാരെ തിക്കും തിരക്കും ബഹളാണ്. ഇതിൻ്റെ തള്ളൽ കേട്ടിട്ടും അതുപോലെ തന്നെ ലൂസിഫറിൻ്റെ ആഫർ എഫക്റ്റ് തള്ളണ തള്ള. അപ്പോൾ ഒരു ചക്ക കിട്ടുന്നതായിട്ട് മൊയിലിന് കിട്ടിയാൽ എല്ലാ ചക്കയുടെ അടിയിലും മൊയിൽ വന്ന് നിൽക്കില്ല, മൊയിലിനെ പിടിച്ചുകൊണ്ട് കെട്ടി നിർത്തേണ്ട വരും. അതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പടത്തിന് റെമോണ്ടേഷൻ മേടിക്കാത്ത 2 ആൾക്കാരുള്ളൂ. ഒന്നാരാണ്? പൃഥ്വിരാജ്. രണ്ടാമത്തെ ആളാണ് മോഹൻലാൽ. നമുക്കിനി ബാക്കിയുള്ളത് നമ്മുടെ പണിക്കര്, നമ്മുടെ വലിയ പണ്ഡിതനാണ്. പറഞ്ഞതൊക്കെ അതേപോലെ സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ജാതകം, മോഹൻലാൽ ജനനം മുതൽ മരണം വരെയുള്ള ജാതകം നമ്മളിപ്പൊന്ന് പരിശോധിക്കുക. അത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക. അതുപോലെ തന്നെ സിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ഇത് മോഹൻലാലിൻ്റെ ജീവിതമാണ്. ഗജകേസരി യോഗത്തിൻ്റെ ഒരു വക്താവാണ് മോഹൻലാൽ. അപ്പം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട നടനാണ്, മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് മോഹൻലാലിനെ. എനിക്ക് ഓർമ്മ നസീറിനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ജയനെ പിടിച്ചു. ജയൻ്റെ കാലം കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ നമ്മൾ പിടിച്ചുള്ളത് മോഹൻലാലിനെയാണ്. ഇന്ന് വരെ മോഹൻലാലിനെ വിട്ടൊരു കളിയില്ല. മമ്മൂട്ടീനെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എന്നിരുന്നാലും മോഹൻലാലിനെ വിട്ടിട്ടൊരു കളിയില്ല. അത്രയാണ് നമ്മുടെ ജീവിതത്തിലെ സിനിമാ ഫീൽഡും മോഹൻലാലായിട്ടുള്ള ബന്ധം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പണിക്കര് പറഞ്ഞതൊന്ന് കേൾക്കാം. ഈ വേദ ജ്യോതിഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനന സമയത്തിന്റെ കൃത്യതയാണ്. അപ്പോൾ പല ആളുകളും ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഡീറ്റെയിൽസ് അയച്ചു തരുമ്പോൾ ഈ പാസ്പോർട്ടിലേക്ക് SLCക്ക് കിടക്കണ ജനനതീയതിക്കാണ് അയച്ചു തരുന്നത്. അതുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മുടെ ജനന സമയത്തിന്റെ കൃത്യതയാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡ് പ്രകാരം ശ്രീ മോഹൻലാൽ ജനിച്ചിരിക്കുന്നത് 1960 മെയ് മാസം 21-ാം തീയതി വൈകുന്നേരം 4:20 അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്രഹസ്ഥിതി എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതിയിൽ തുലാം ലഗ്നമാണ്. 2ാം ഭാവം ശുദ്ധമാണ്. 3-ല് വ്യാഴവും ശനിയും. 4 ശുദ്ധമാണ്. 5-ല് കേതു. 5-ലെ കേതുവും അത്ര നല്ലതല്ല. 6-ാം ഭാവത്തിൽ ചന്ദ്രനും കുജനും. 7-ല് ശുക്രൻ. 8-മത്തില് ഗുളികനോടൊത്ത് സൂര്യനും ബുധനും. 9ഉം 10ഉം ഭാവങ്ങൾ ശുദ്ധമാണ്. ലാഭസ്ഥാനമായിട്ടുള്ള 11-ാം ഭാവത്തിൽ രാഹു കുറേയൊക്കെ നന്മകൾ തരുമെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടാകും. 12-ാം ഭാവം ശുദ്ധമാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. അദ്ദേഹത്തിൻ്റെ നക്ഷത്രം രേവതിയാണ്. ബുധദശയിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. 11 വർഷവും 5 മാസവും 27 ദിവസവുമാണ് അദ്ദേഹത്തിന് ഈ ബുധദശ കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ ബുധദശ 17 വർഷമാണ്. അപ്പോൾ ഈ ജനനത്തിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ഏതാണ്ട് 11.5 വർഷം ബുധദശയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 1971 നവംബർ വരെയാണ് ഈ ബുധദശ ഉണ്ടായിരുന്നത്. അതിനുശേഷം 7 വർഷം കേതു
അത് 78 നവംബറിൽ തീർന്നു. പിന്നെ 20 വർഷം 1998 നവംബർ വരെ ശുക്രദശയായിരുന്നു. അതിനുശേഷം 6 വർഷം 1998 മുതലുള്ള 6 വർഷം എന്ന് പറയുമ്പോൾ 2004 നവംബർ വരെ സൂര്യദശയായിരുന്നു. തുടർന്ന് 10 വർഷം 2004 നവംബർ മുതൽ 2014 വരെ ചന്ദ്രദശയാണ്. അതിനുശേഷം ഒരു 7 വർഷത്തെ കുജൻ, അതായത് ചൊവ്വയുടെ ദശയാണ് അദ്ദേഹത്തിന് 2021 നവംബർ വരെ. അതിനുശേഷം 18 വർഷം നീണ്ടു നിൽക്കുന്ന രാഹുദശ, ആ രാഹു മഹാദശയാണ് ഇപ്പോൾ ശ്രീ മോഹൻലാലിനുള്ളത്. 2021 നവംബറിൽ ആരംഭിച്ചാണ്. അത് 2039 നവംബർ വരെ ആ രാഹുദശ നീണ്ടു നിൽക്കും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പൊ നമുക്ക് സിനിമ അല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ നമ്മൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ 2 ഗ്രഹങ്ങളാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് എന്താ പറയുക നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതിലൊന്നാണ് ബുധൻ, മറ്റൊന്നാണ് ശുക്രൻ. കലയുടെ കാരകത്വമുള്ള 2 ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. അതിൽ തന്നെ ബുധന് സാഹിത്യ കലകളോടാണ്, അതായത് എഴുത്തുകുത്തുകൾ, കമ്പ്യൂട്ടർ, കണക്ക് സംബന്ധമായ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ നിരൂപിക്കുന്നത് ബുധനെ പറ്റിയിട്ടാണ്. അപ്പോൾ ബുധൻ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ സാഹിത്യവാസന ഉണ്ടാവും, എഴുത്തുകാരായിരിക്കും, അല്ലെങ്കിൽ നല്ല പ്രസംഗപാഠമുള്ള ആളുകളായിരിക്കും, കവിത എഴുതുന്ന ആളായിരിക്കും. അതൊക്കെയാണ് ബുധനെ കൊണ്ട് നമ്മൾ ചിന്തിക്കുക. ബുധൻ സാഹിത്യവും ശുക്രൻ കലയും നൽകുന്നു എന്നാണ് പറയുന്നത്. അതായത് പാട്ട്, ഡാൻസ്, ഈ പറഞ്ഞ പോലെ സിനിമ, നാടകം, അല്ലെങ്കിൽ സീരിയൽ അഭിനയിക്കുക, ഈ പെർഫോം ചെയ്യുന്ന ആർട്ടുകളെല്ലാം ശുക്രന്റെ പരിധിയിൽ വരും. അപ്പോൾ ബുധൻ അല്ലെങ്കിൽ ശുക്രൻ അനുകൂലത്തിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ കലാരംഗത്ത് ശോഭിക്കാൻ വരുള്ളൂ എന്ന് സാരം. ഇവിടെ ഇദ്ദേഹത്തിന് തുലാം ലഗ്നമാണ് വന്നിരിക്കുന്നത്. തുലാം ലഗ്നത്തിന്റെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. അപ്പൊ ശുക്രന്റെ ഒരു അനുകൂലാവസ്ഥ അവിടെ വന്നു. അതുപോലെ അദ്ദേഹം ജനിച്ചിരിക്കുന്ന നക്ഷത്രം രേവതിയാണ്. രേവതി ബുധന്റെ കാരകത്തുള്ള നക്ഷത്രമാണ്. ബുധദശയിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഈ കലാരംഗത്ത് വരാനും ശോഭിക്കാനും ഇടയാക്കിയത്. ഇപ്പൊ നമ്മള് തുലാം ലഗ്നമാണ്. ലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ 7 നിൽക്കുകയാണ്. ആണുങ്ങളെ സംബന്ധിച്ച് 7 ശുക്രൻ അത്ര നല്ലതല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയുക, ഈ സ്ത്രീ സംബന്ധമായിട്ട് ഒത്തിരി ദോഷങ്ങൾ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് അത്. പിന്നെ ഈ പറഞ്ഞ പോലെ ശുക്രന് മൗഢ്യമുണ്ട്. അദ്ദേഹത്തിന്റെ ശുക്രന് മൗഢ്യം ഉള്ളത് കൊണ്ട് ഇപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാനും സാധിക്കും. അതായത് അപവാദങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ചുരുക്കം. 2ാം ഭാവാധിപനായിട്ടുള്ള കുജൻ വാക്ക്, വിദ്യ, പൂർവികമായിട്ടുള്ള സമ്പത്ത്, പരധനം, ഇതൊക്കെയാണ് 2ാം ഭാവം വെച്ച് പറയുന്നത്. ആ കുജൻ 6ാം ഭാവത്തിൽ നിൽക്കുകയാണ്. 6ല് ചന്ദ്രനോടൊപ്പമാണ് നിൽക്കുന്നത്. അത് ഈ ചന്ദ്രൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6ല് ചന്ദ്രൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് 6ലെ ചന്ദ്രൻ അത്ര നല്ലതല്ല. കാരണം ആയുസ്സിനെ ഹനിക്കുന്നതാണ് പറയുന്നത്. 6ലെ ചന്ദ്രൻ ആയുസ്സിനെ ഹനിക്കും. പക്ഷെ അദ്ദേഹത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചന്ദ്രന്റെ കേന്ദ്രത്തില് വ്യാഴമുണ്ട്. 3ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ചന്ദ്രന്റെ കേന്ദ്രത്തിലാണ്. അത് കേന്ദ്രം എന്ന് വെച്ച് കഴിഞ്ഞാല് ലഗ്നം 4, 7, 10 ഈ ഭാവങ്ങളെയാണ് കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ ചന്ദ്രാൽ 10ല് വ്യാഴം നിൽക്കുമ്പോൾ അതിന് ഗജകേസരി യോഗം എന്നാണ് പറയുക. അപ്പൊ കേസരി യോഗം എന്ന് പറയുന്നവരുണ്ട്, തെറ്റാണ്. കേസരി യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചന്ദ്രനും വ്യാഴവും ഒരുമിച്ച് നിൽക്കുക, അതിനെയാണ് കേസരി യോഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്ര കേന്ദ്രത്തിൽ വ്യാഴം വരിക. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് ഈ ചന്ദ്രൻ 6ല് വന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ദോഷം അവിടെ മാറിപ്പോയി. തന്നെയല്ല 6ല് കുജൻ നിൽക്കുകയാണ്. 6ലൊക്കെ കുജൻ വന്നു നിന്ന് കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ അല്ലെങ്കിൽ ദേശം വിട്ടു പോകുന്നതാണ് പറയുക. ഈ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ദേശം വിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള ചില ഗ്രഹസ്ഥിതികളൊക്കെ കാണാൻ പറ്റും. അദ്ദേഹം ജനിച്ചത് പത്തനംതിട്ടയിലാണ്. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്താണ് വളർന്നതും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ജോലിയായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങോട്ടൊക്കെ പോയത്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ഈ ഗ്രഹസ്ഥിതി ശരിയാവാനാണ് സാധ്യത. അതുപോലെ 3ല് വ്യാഴവും ശനിയും. 3ലെ വ്യാഴം ജാതകപ്രകാരം നല്ലതാണ്, ചാരവശാല് നല്ലതല്ല. ഇപ്പോ ചാരവശാൽ അദ്ദേഹത്തിന് ജന്മ വ്യാഴമാണ്, ക്ഷമിക്കുക 3ലാണ് വ്യാഴം, അത് അത്ര നല്ലതല്ല. പക്ഷെ ജാതകപ്രകാരം 3ലെ വ്യാഴം നല്ലതാണ്, സഹായ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ശനി, ആ ശനിക്ക്
4-ാം ഭാവാധിപത്യമുണ്ട്. 4ഉം 5ഉം ഭാവാധിപത്യമുള്ള ശനി 3-ല് വ്യാഴത്തോടൊപ്പം നിൽക്കുകയാണ്. അപ്പൊ 4-ാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം, തറവാട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് 4-ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കുക. അപ്പൊ 4-ാം ഭാവാധിപൻ 3-ൽ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ, അത് ഗുളികനോടൊത്താണ് നിൽക്കുന്നത്. സൂര്യനും ബുധനും അഷ്ടമത്തിൽ ഉണ്ട്. അപ്പോ 3, 2, 5, 5-ന്റെ 6-ൽ പോയപ്പോ 6 2 ത്രികോണത്തില് മനോയോഗം സംബന്ധിച്ചു ചതുരാശി. അതായത് ത്വക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം, അതുപോലെ തന്നെ പല്ല്, എല്ല്, ഇതിനൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അസ്ഥി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, സന്ധിവേദനകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത. അതുപോലെ തന്നെ ചെവി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും രോഗദുരിതാദികളൊക്കെ വരിക, ഇതൊക്കെയാണ് അത് കാണിക്കുന്നത്. അതുപോലെ തന്നെ 3 ഈ എന്താ പറയാ, ശരീരത്ത് കാണാമറയത്ത് വലിയ വടുക്കള്, പാടുകൾ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത പറയുന്നുണ്ട്. അതിപ്പോ ഒരുപക്ഷെ കാണാമറയെന്ന് പറയുമ്പോൾ പുറത്തോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള അടയാളങ്ങളെ തരും എന്നാണ് പറയുക. 9ഉം 10ഉം ഭാവങ്ങള് ശുദ്ധമാണ്. കർമാധിപനായിട്ടുള്ള ചന്ദ്രൻ 6-ൽ നിൽക്കുകയാണ്. അതുപോലെ 11-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു 3, 2-ാം ഭാവം 6, 5, 8 ഇതാണ്. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ 8-ൽ നിൽക്കുന്ന ഇതിന് ബുധൻ, അതുപോലെ തന്നെ സൂര്യൻ, ഗുളികബന്ധം വന്നുകൊണ്ട് ഈ സമ്പത്ത്, അതായത് ഈ കാശിനെ മാത്രം സ്നേഹിക്കുന്ന ആളായിരിക്കില്ല. മനസ്സിലായോ? അതായത് കാശിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുക, അങ്ങനെ ഒരു മനോഭാവം ഒന്നും ഉണ്ടാവില്ല. ഈ സമ്പത്ത് ഒരു പരിധി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പീരീഡ് ആയിക്കഴിഞ്ഞാൽ കുറെയൊക്കെ സാമൂഹികമായിട്ടുള്ള നന്മയ്ക്ക് വിനിയോഗിക്കും എന്നാണ് പറയുക. അതായത് സമ്പത്ത് ദാനം ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ പീരീഡാണ് ഇപ്പോൾ. ചില വ്യാഴാപഹാരം, ശനിയുടെ അപഹാരം, ഇതൊക്കെ ഈ പുറം ലോകമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ മറ്റ് സാമൂഹിക ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണെന്ന് കൂടി പറയുന്നു. അപ്പോൾ ഒരു പക്ഷെ ഈ സമ്പത്ത് കാര്യങ്ങളൊക്കെ, ദാനങ്ങൾക്കൊക്കെ ഒരു ഇതാവാം കേട്ടോ. പിന്നെ 3, 2 പിന്നെ പറയുകയാണെങ്കിൽ 7 ലഗ്നം, 2 കുജൻ, 2 3 കുടുംബം, 3 6-ൽ നിൽക്കുന്ന കർമാധിപൻ 3, ചന്ദ്രൻ 3, 2, 5. ഇപ്പൊ നമ്മൾ 10 കഴിഞ്ഞു. 11-ാം ഭാവമാണ്. 11-ാം ഭാവത്തിൽ രാഹു. 11-ലെ രാഹു നല്ലതാണ്, ധാരാളം പണത്തെ തരും എന്നാണ് പറയുക. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ലഗ്നാധിപന്റെ നവാംശാധിപൻ സ്ഥിതി ചെയ്യുന്ന രാശിയുടെ അധിപന് നല്ല ബലമുണ്ട്. തന്നെയല്ല, അത് 2-ാം ഭാവാധിപന്റെ കേന്ദ്ര രാശികളിലാണ് നിൽക്കുന്നത്. അത് സൗവീര്യ ധനയോഗം, സ്വന്തം പ്രയത്നത്താൽ എന്ത് ചെയ്താലും ധനം കിട്ടുക എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. അപ്പൊ രാഹു ഇത്തരത്തിലുള്ള എന്താ പറയാ, ധനങ്ങളെ ഒക്കെ തരും. ഒക്കെ തന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ പേരുദോഷം കേൾപ്പിക്കും. രാഹു ഭയങ്കരമായിട്ടുള്ള പേരുദോഷം കേൾപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. പ്രത്യേകിച്ചും സ്ത്രീ വിഷയങ്ങളിൽ പേരുദോഷം കേൾപ്പിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ 4, 9, 3-ാം ഭാവത്തിൽ സഹായസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിന്റെ 9-ാം ഭാവദൃഷ്ടി രാഹുവിന് ഉള്ളത് കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും അതിൽ നിന്നൊക്കെ കരകയറി പോരും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 11-ലെ രാഹുവിന് വേറൊരു പ്രത്യേകതയുണ്ട്. അന്യകുല ബന്ധം കാണിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ രാഹു. അപ്പൊ 11-ലൊക്കെ രാഹു നിന്ന് കഴിഞ്ഞാൽ അന്യകുലത്തിൽ കൂടി ധനസമ്പാദനം, പരധനം കയ്യിൽ വരിക, അല്ലെങ്കിൽ മറ്റ് കുലത്തിൽ നിന്ന് നമുക്ക് മേന്മ വരിക, നന്മ വരിക എന്നുള്ളൊരു ഗുണം കൂടിയുണ്ട്. ആരുടെയൊക്കെ നിലയിൽ 11-ാം ഭാവത്തിൽ രാഹു എവിടെ വന്നാലും ഈ പറഞ്ഞ പോലെ അന്യകുലമായിട്ടൊരു ബന്ധം അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ 11-ാം ഭാവത്തിലൊക്കെ രാഹു നിൽക്കുക, ശുക്രന് കുജനുമായിട്ട് ബന്ധം ഉണ്ടാവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ അന്യകുലത്തിൽ നിന്നൊക്കെ വിവാഹം വരാനുള്ള സാധ്യതകളൊക്കെ ചില ജാതകങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ കാണേണ്ടത്, ഇപ്പൊ ഈ അന്യകുല ബന്ധം എന്ന് പറഞ്ഞാൽ ജാതി മാത്രമല്ല അതിൽ, അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു സിനിമയിൽ നിന്നല്ലാതെ കണ്ടിട്ടുള്ള എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം, ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഈ എന്താ പറയാ, നമ്മൾ സ്വന്തം ചെയ്യാതെ നമ്മൾ വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക,
അതിൽ നിന്ന് ഉള്ള വരുമാനം, ഇതൊക്കെ ഈ 11-ാം അതിലെ രാഹു തരുന്നതാണ്. പക്ഷെ ഇത്രയൊക്കെ തന്നാലും ഈ പറഞ്ഞ പോലെ പേരുദോഷങ്ങൾ കേൾപ്പിക്കും. ധാരാളം പേരുദോഷങ്ങൾ കേൾപ്പിച്ച് പ്രശസ്തിക്ക് മങ്ങലേൽപ്പിക്കാനും ഈ യോഗമുള്ള സമയമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞു 2021 നവംബർ മുതൽ 2039 നവംബർ വരെയുള്ള 18 വർഷത്തെ രാഹു മഹാദശയാണ്. ആ രാഹു മഹാദശയിൽ ഇപ്പോൾ വ്യാഴത്തിന്റെ അപഹാരമാണ്. അത് 2026 ഏതാണ്ട് അവസാനം വരെ 24 ഡിസംബർ വരെ ഉണ്ട് ആ വ്യാഴാപഹാരം. അപ്പൊ ഈ വ്യാഴാപഹാരം കുറേ നല്ല ഫലങ്ങൾ കിട്ടും. അതിനോടൊപ്പം മാനസികമായിട്ട് തളർത്തും കൂടി ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ശനിയുടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് 7 ശനിയാണ്. 12-ലാണ് ശനി. 12-ലെ ശനി സ്ഥാനം ഭ്രംശം നൽകും. അതുപോലെ തന്നെ എന്താ പറയുക, പ്രശസ്തിക്ക് മങ്ങലേൽപ്പിക്കും. ഇതൊക്കെയാണ് ചെയ്യുക. അപ്പോൾ അദ്ദേഹം രാജിവെക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലോ. അപ്പോൾ അതൊക്കെയാണ് 7 ശനി. അപ്പോൾ ഈ ശനി ഈ ജന്മത്തിലേക്ക് മാറും. ജന്മത്തിലേക്ക് മാറിയാലും ഇപ്പോൾ 7 ശനി തുടരുകയാണ്. ജന്മശനി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ ജന്മശനി കുറച്ച് ബുദ്ധിമുട്ട് നൽകുന്ന ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർവ്വകാലങ്ങളിൽ ചെയ്തിരിക്കുന്ന ചില പ്രവർത്തികൾ മുഖേന ഇപ്പോൾ വൈഷമ്യം നേരിടും. അല്ലെങ്കിൽ എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ ഒരു മനസ്സിനൊരു തൃപ്തിയില്ലായ്മ വരും. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത് വരാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ജന്മശനിയിൽ ഉണ്ടാകും. അതുപോലെ തന്നെ മനസ്സ് മടുത്ത് ഈ പറഞ്ഞ പോലെ അലഞ്ഞു നടക്കുക, ദേശസഞ്ചാരം നൽകുക, മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് താമസിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ വരാനുള്ള സാധ്യതകൾ. അതുപോലെ തന്നെ നമ്മൾ ഗ്രഹചാരം നോക്കുമ്പോൾ മീനം 7 നിൽക്കുന്ന കേതുവിന് ഒരു ദേശസഞ്ചാര താല്പര്യം, അതുപോലെ തന്നെ ഈ തീർത്ഥയാത്രകളോടൊക്കെ പ്രിയം, അങ്ങനെയൊക്കെ തോന്നാനുള്ള സാധ്യതകളുണ്ട്. അതൊരു തീർത്ഥയാത്ര പോകാനോ അല്ലെങ്കിൽ ദൂരെ സ്ഥലങ്ങളിൽ പോയി താമസിക്കാനോ അങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ രാഹുദശയിൽ ഈ വ്യാഴാപഹാരം നടക്കുന്ന സമയം, അത് പ്രത്യേകിച്ച് 2026 ഡിസംബർ വരെയുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ സംജാതമാകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഈ വ്യാഴം കഴിഞ്ഞിട്ടുള്ള ശനിയുടെ സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ സാമൂഹിക നന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കാനുള്ള സാധ്യതകളെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ പ്രശസ്തി ഉയരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുക, അതുപോലെ തന്നെ കുറേ നാളത്തേക്ക് അവനവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നിർത്തുക, എന്നിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് വ്യാപരിക്കുക. ഒരുപക്ഷെ അഭിനയം മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് സമയത്തേക്ക് നിർത്തിയിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ ഒക്കെ ഈ പീരീഡിൽ പറയുന്നുണ്ട്. ഇതൊക്കെ വെറും സാധ്യതകൾ മാത്രമാണ് കേട്ടോ. ഇതൊക്കെ ശരിയാകണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ജനനസമയത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് പറയുന്ന കാര്യത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ അദ്ദേഹം ഉയർന്ന സ്ഥാനത്തേക്കൊക്കെ അവരോധിക്കാനുള്ള സാധ്യതകൾ ഈ പീരീഡിൽ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ഇതിന്റെ അംബാസഡർ ആവുക, അല്ലെങ്കിൽ ജനനന്മ ധാരാളം വാഹനങ്ങൾ അല്ലെ, ഇമ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വാഹനങ്ങൾ ഉണ്ടാവുക, വലിയ ആഡംബര സൗധങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെയാണ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഗജകേസരി യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രളയാന്തകാലം വരെയുള്ള പ്രശസ്തി നിൽക്കുക എന്നാണ് പറയുക. ഇപ്പൊ നമ്മള് ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പെരുമ്പാലുകാരനാണ് കേട്ടോ. അപ്പൊ പെരുമ്പാലൂർ ആശീർവാദ് സിനിമാസ് ഉണ്ട്. അത് മാർക്കറ്റ് റോഡിൽ KSRTC റോഡിലാണ് ഈ ആശീർവാദ് സിനിമാസ് ഉള്ളത്. പക്ഷെ ഇന്നും പല ആളുകളും അതിന് പുഷ്പ തിയേറ്റർ എന്നാണ് പറയുന്നത്. എവിടെയാ അത് അതെവിടെയാ? അപ്പോൾ ഗ്യാസ് നഗരണ സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പുഷ്പ തിയേറ്ററിന്റെ അപ്പുറയെന്ന് പറയും. അത് ആശീർവാദ് സിനിമാസാണ് നിന്നത്. പക്ഷെ പഴയ പേരിലാണ് ഇപ്പോഴും കൂടുതൽ ആൾക്കാർ അതിനെ പറയുക. ഇപ്പോൾ പുഷ്പ തിയേറ്റർ പണ്ട് അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പവിഴം ഗ്രൂപ്പ് അവർ മേടിച്ചു. അവരിൽ നിന്നാണ് ആശീർവാദം മേടിച്ചേക്കുന്നത്. പക്ഷെ ഇന്നും ചില ആളുകൾ അതിന് പുഷ്പ തിയേറ്റർ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ല ആ പേരിന്റെ പ്രസക്തി. ഇപ്പോൾ ചില നമ്മളിപ്പോ റോഡിലൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോൾ വഴി ചോദിക്കാന്ന് പറയാം, ഡോക്ടറെ വീടിന് തൊട്ടപ്പുറം എന്ന് പറയും. എവിടെ ഡോക്ടറൊന്നും അവിടെ ഉണ്ടാവില്ല. ഡോക്ടറൊക്കെ സ്ഥലം വേറെ ആൾക്ക് വിറ്റിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഇന്നും ആ വീട് ചിലപ്പോൾ അറിയപ്പെടുന്നത് ഡോക്ടറുടെ വീട് എന്നായിരിക്കും. അതാണ് പ്രശസ്തി. അപ്പോൾ പ്രളയാന്തകാലം വരെയുള്ള പ്രശസ്തി നിലനിൽക്കും എന്നാണ് പറയുന്നത് ഈ ഗജകേസരി യോഗം ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ അമലായോഗം ഉണ്ട്. ചന്ദ്രനാൽ 10 ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ അമലായോഗം, പേര് പ്രശസ്തി കാര്യങ്ങളൊക്കെയാണ് അതിനെ കണ്ടുക. ശശിമംഗള യോഗമുണ്ട്. ചന്ദ്രനും കുജനും 6 യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ സുനഭായകുണ്ട്. അങ്ങനെ പല പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ശുഭവേസി യോഗമുണ്ട്. കേദാര യോഗം വേണമെന്ന് വെച്ചാൽ പറയാം.
വിമലയോഗം വേണമെങ്കിൽ പറയാം. യോഗങ്ങളുടെ ഒട്ടനവധി ഒരു ഇതാണ്. ജ്യോതിഷം പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്രഹസ്ഥിതി എടുത്ത് പഠിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇത്. പിന്നെ ഈ ഗ്രഹസ്ഥിതി പ്രകാരം അദ്ദേഹത്തിന് ചില രോഗദുരിതാദികളൊക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ട് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, പല്ല്, എല്ല്, സന്ധി വേദനകൾ, വാതരോഗങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത. അതിന് ചെവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, ചെവി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഫ്ലൂയിഡിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ മുട്ടകളൊക്കെ വരുത്തുക. അത് 4ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വേറെ എന്താ പറയുക, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ശിവപ്രീതി വരുത്തുക, വിഷ്ണുപ്രീതി വരുത്തുക. പ്രത്യേകിച്ചും ഇപ്പോൾ രാഹുദശയിൽ വ്യാഴത്തിന്റെ അപഹാരമൊക്കെ നടക്കുന്ന തിരുപ്പതി ദർശനം വളരെ ഗുണം ചെയ്യും അദ്ദേഹത്തിന് കേട്ടോ. തിരുപ്പതിയിലൊക്കെ പോയി ദർശനം നടത്തി കഴിഞ്ഞാൽ വളരെ അത് ഗുണത്തെ കൊടുക്കും. അതുപോലെ തന്നെ പഞ്ചമുഖ രുദ്രാക്ഷമൊക്കെ ധരിക്കുന്നത് ഏഴശനിയുടെ കാഠിന്യം ഒരു പരിധി വരെ കുറയ്ക്കാനുള്ള സാധ്യത. പിന്നെ ഇദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ദേവീക്ഷേത്രവും ഒരു ശിവക്ഷേത്രവും ശൈവമൂർത്തിയാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് വഴിപാടുകൾ, പ്രാർത്ഥനകൾ, കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ വളരെ നല്ലതാണ്. അത് തന്നെ ഫൈറൂസ്, അതായത് ടർക്കോയിസ് എന്ന് പറഞ്ഞ സ്റ്റോൺ മോതിരമായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ പണിക്കർ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, മോഹൻലാലിൻ്റെ ജാതകം എന്ന് പറഞ്ഞാൽ ഒരു 1.5 ജാതക. അപ്പോൾ അതിൽ ഒരു മനുഷ്യൻ്റെ ജാതകത്തിൽ നല്ലതും ഉണ്ടാവും, മോശം ഉണ്ടാവും, കഷ്ടകാലം ഉണ്ടാവും, ദുരിതകാലം ഉണ്ടാവും. അതുപോലെ തന്നെ മോഹൻലാലിന് ചെവിയിൽ രോഗങ്ങൾ വരാം, അസ്ഥിയിൽ രോഗങ്ങൾ വരാം, അതുപോലെ തന്നെ പല ഉദര രോഗങ്ങളും വരാം. പല രോഗങ്ങൾക്കും ഈ സമയത്ത് ഉണ്ട്. അതുപോലെ തന്നെ ശനിയുടെ അപഹാരമുണ്ട്. എന്നിരുന്നാലും ചന്ദ്രനും മറ്റുള്ള സൂര്യനൊക്കെ അനുകൂലമായി നിൽക്കണ കാരണമാണ് മോഹൻലാൽ ഇങ്ങനെ നിൽക്കുന്നത്. പൈസയ്ക്ക് ഒരിക്കലും മോഹൻലാൽ ആഗ്രഹിച്ചിട്ടില്ല. പൈസയ്ക്ക് വേണ്ടി മൂപ്പർക്ക് ഒരു അത്യാർത്ഥിയും ഇല്ല. അതുപോലെ തന്നെ മോഹൻലാലിന് ഉണ്ടാവണ സമ്പാദ്യം മുഴുവൻ മോഹൻലാലായിട്ട് ഉണ്ടാക്കണതല്ല, മോഹൻലാലിന് ഒരാൾ ഉണ്ടാക്കി കൊടുക്കണതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരാ? പെരുമ്പാവൂർ. പിന്നെ ആവോളം പെണ്ണുങ്ങളെ പറ്റിയിട്ടുള്ള അപവാദ കഥകൾ ഒരുപാട് മോഹൻലാലിൻ്റെ തലയിൽ കിടക്കുന്നുണ്ട്. എല്ലാ അപവാദങ്ങളും മാത്രമാണ്, ഊഹാപോഹങ്ങൾ മാത്രമാണ്. അതെന്താണ്? ഇങ്ങേരെ നക്ഷത്രത്തിൽ അപവാദങ്ങൾ കുറേ കേൾക്കും. അത് നക്ഷത്രം ഉള്ള ആളുടെ ഗുണമാണത്. അതിപ്പോൾ ഒരാൾ ചെന്ന് ഒരാളെ ഒരു പെണ്ണിനെ ഒരു പരിപാടി ചെയ്യോ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ നെഞ്ഞത്ത് വന്ന് കയറണതാ. പോരാത്തതിൻ്റെ സെലിബ്രിറ്റി ആകുമ്പോൾ ഇതിൻ്റെ ഇരട്ടി വന്ന് നെഞ്ഞത്ത് കയറും. അല്ലാണ്ട് മോഹൻലാൽ ഇതിനൊന്നും പോയിട്ടില്ല. മോഹൻലാൽ എപ്പോഴും നല്ലൊരു കുടുംബസ്ഥനാണ്. അപ്പോൾ ഈ ചെറുപ്പകാലത്തൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. ചെറുപ്പകാലത്തൊക്കെ നല്ല ചോരത്തിളപ്പുള്ള സമയത്തൊക്കെ അതൊക്കെ മൂപ്പര് നല്ലൊരു ആർട്ടിസ്റ്റായി കഴിഞ്ഞതിന് ശേഷം അതൊക്കെ എല്ലാവരും വിട്ടു. മോഹൻലാലിനെ വെച്ച് ഞാൻ നോക്കുമ്പോൾ മോഹൻലാലായിട്ട് നമുക്ക് അടുത്ത് പരിചയമുണ്ട്. ഇപ്പം ഒന്നും അറിയില്ല, ഇപ്പം നമ്മളെ കണ്ടാൽ അറിയില്ല. എപ്പോൾ 30 കൊല്ലം മുമ്പ് 35 കൊല്ലം മുമ്പ് മോഹൻലാൽ ആയിട്ടുണ്ടായിരുന്നില്ല. അന്ന് മോഹൻലാലിനെ നമുക്ക് നല്ല പരിചയമാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എലൈറ്റ് ഇന്റർനാഷണലാണ് താമസിക്കുന്നത്. അവിടെ നമ്മൾ റൂം ബോയാണ്. അങ്ങനെ മൂപ്പർക്ക് നല്ല ബന്ധമാണ്. അവിടെ എന്തിനോ പൂക്കുന്ന പൂക്കൾ കുറേ പടങ്ങൾ അവിടെ ഷൂട്ടിങ്ങിന് പോയിട്ട് മൂപ്പര് വന്നിട്ടുണ്ട്. ഒരു കളിയിലെ കോമാളി പോലെയാണ്, ഒരു കുട്ടികളെ പോലെയാണ്. കേട്ടുന്ന മറയും ചാടും കിരിക്കും, അങ്ങോട്ട് ഓടിയിടും ഇങ്ങോട്ട് ഓടിയിടും, അങ്ങോട്ട് ഓടും ഇങ്ങനെ ഓടും. ഒരു ബഹളമാണ് മൂപ്പർക്ക്. അങ്ങനെ ഒരു ഭയങ്കര ഒരു 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 ഉത്സവം എന്ന് പറയില്ലേ, അതേപോലുള്ളൊരു സംഭവമാണ്. ഒരാൾ അങ്ങേരോട് ഗൗരവം കാണിച്ചാലും അങ്ങേര് വന്ന് ചിരിക്കും. ഇപ്പോഴാണ് ഇപ്പോൾ അതൊക്കെ ഇത്തിരി കുറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മോഹൻലാലിൻ്റെ ജാതകം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. എമ്പുരാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ മോഹൻലാലിന് കഷ്ടകാലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പടം എത്ര നന്നായാലും ഇവിടെ മലയാളികൾ എടുക്കില്ല. കാരണം എന്താണ്? മോഹൻലാലിൻ്റെ മുഖക്കെട്ട്, മോഹൻലാലിൻ്റെ മുഖത്ത് കെട്ടിയിരിക്കുക കഷ്ടകാലം വന്നിട്ട്. ആ കഷ്ടകാലം മുഖത്ത് നിൽക്കുന്നിടത്തോളം കാലം മോഹൻലാൽ 2026 ഡിസംബർ വരെ എന്ത് ചെയ്താലും അത് കൊളമായിട്ടേ തീരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മോഹൻലാലിന് നല്ലത് വരാൻ വേണ്ടി, ഒരു അസുഖം വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് മമ്മൂട്ടിക്ക് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ നമുക്ക് മോഹൻലാലിനും പ്രാർത്ഥിക്കാം. ഇത് 2 ധ്രുവ നക്ഷത്രങ്ങളാണ്. അപ്പോൾ ആ ധ്രുവ നക്ഷത്രങ്ങൾ അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ഈ നമ്മുടെ അവരൊക്കെ താങ്ങി നടക്കുന്ന ആരാധകരാണ് അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലുവിടാൻ നിൽക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അവർ സ്നേഹമുള്ള പോലെ ഈ മോഹൻലാലിൻ്റെ ആരാധകരും മമ്മൂട്ടിയുടെ ആരാധകരും ഈ ഒരുപോലെ നിൽക്കണം. മോഹൻലാലിൻ്റെ പടം വരുമ്പോൾ മമ്മൂട്ടിയുടെ ആരാധകർക്കാണ് കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുക. മമ്മൂട്ടിയുടെ പടം വരുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുക. മോഹൻലാലും മമ്മൂട്ടിയും അവർ 2 പേരും ചേട്ടനനിയന്മാരാണ്. അതേപോലെ ആയിരിക്കണം നമ്മൾ ഫാൻസും. സ്വന്തം ഫാൻസ് ആവാൻ പാടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് എമ്പുരാൻ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അതൊരു മെഗാ ഹിറ്റാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
മലയാള സിനിമയ്ക്ക് ഇപ്പോൾ അതൊരു അത്യാവശ്യമാണ്. അല്ലെങ്കിൽ തകർന്ന് തരിപ്പണായി പോകും. സകല തിയേറ്ററുകാരും കഷ്ടപ്പെട്ട് കിടക്കുക. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എത്ര തിയേറ്ററുകാർ കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുന്ന അറിയാം, ഒരു 10 രൂപ കിട്ടാനായിട്ട്. വെറുതെ സിനിമ ഒട്ടായി അടച്ചിട്ട് വെക്കുക. മാറ്റിനിക്ക് ആളില്ല, പെഷൊക്കെ ആളില്ല. വെറുതെ വാൾ പോസ്റ്റർ ഒട്ടിച്ചു, അത് കഴിഞ്ഞ് ആ പടത്തിന് ഒരാളും വരാണ്ട് പടം എടുത്ത് മാറ്റുക. വീണ്ടും വാൾ പോസ്റ്റർ ഒട്ടിക്കും, പടം കാണാൻ ആളില്ല. 10 ആൾ വന്നാൽ കളിക്കും. അപ്പോൾ ഒരു സിനിമയ്ക്ക് ഒരാഴ്ച കളിച്ചിട്ട് 2 ഷോക്ക് കളിച്ചിട്ടാണ് പോണത്. ഭയങ്കര പരിതാപകരമാണ് തിയേറ്ററുകാരുടെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു പടമൊക്കെ വരണമെന്ന് അവരൊക്കെ എത്ര നാൾ മുമ്പ് ഈ പടത്തിനൊക്കെ അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന ആൾക്കാരാണെന്നറിയാം. നല്ലൊരു കളക്ഷൻ ഉണ്ടാവട്ടെ, എല്ലാവരും സിനിമയ്ക്ക് പോട്ടെ, നമ്മൾ ആ പടം വിജയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.